സമൂഹമാധ്യമത്തിൽ ഗാന്ധി ഘാതകൻ ആയ ഗോഡ്സെയെ അനുകൂലിച്ച് കമന്റിട്ട കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരായ പ്രതിഷേധം കനക്കുകയാണ്. അധ്യാപികയ്ക്ക് എതിരെ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നും അത്തരത്തിൽ പ്രതിഷേധങ്ങളുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഓരോ ദിവസം കഴിയുന്തോറും അധ്യാപികയ്ക്കെതിരായ പ്രതിഷേധം കൂടുതൽ കനക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് NIT-യിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് SFI പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെ നേതൃത്വത്തിൽ 11 മണിയോടെ മാർച്ച് നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ പ്രതിഷേധ വേലിയേറ്റങ്ങളാണ് ക്യാമ്പസിന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ABVP-യും KSU-യുമാണ് പ്രതിഷേധം നടത്തിയത്. ABVP പ്രവർത്തകർ നാഥുറാം വിനായക് ഗോഡ്സെയുടെ ചിത്രം കത്തിച്ചാണ് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഗാന്ധി ഘാതകനെ അനുകൂലിച്ച പ്രൊഫസർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം UGC-ക്കും സെൻട്രൽ ഡയറക്ടർക്കും ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. KSU കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് NIT-യുടെ മുന്നിൽ സമരത്തിലാണ്. ഇന്നലെ അവർ പ്രതീകാത്മകമായി ഗോഡ്സെയെ തൂക്കിലേറ്റുന്ന രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഇനിയിപ്പോൾ നാളെ DYFI യുവജന സംഘടനകളും ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് മാറി അടുത്തത് യുവജന സംഘടനകൾ കുറച്ചുകൂടി ആളെയൊക്കെ കൂട്ടിയുള്ള വലിയ പ്രതിഷേധ മാർച്ചുകളാണ് നാളെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമാകുമ്പോൾ ഇതിനകം തന്നെ NIT ഡയറക്ടർ ഈ അധ്യാപികയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം എന്നത് സംബന്ധിച്ച വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നേരത്തെ MK രാഘവൻ MP ഈ ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിശദീകരണം തേടിയിരിക്കുന്നത്. ഒപ്പം പോലീസ് അന്വേഷണം മറുവശത്ത് ഈ അധ്യാപികയ്ക്കെതിരെ പുരോഗമിക്കുന്നുമുണ്ട്. ഇവരുടെ ഫേസ്ബുക്ക് ID-യും യൂസറും അടക്കമുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിനോട് ആരാഞ്ഞ് കത്തെഴുതിയിട്ടുണ്ട് എന്ന് പോലീസ് അറിയിക്കുന്നു. ഒപ്പം ഇവരുടെ ഒരു മറ്റ് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ പരിശോധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പോലീസ് വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് NIT ഡയറക്ടർക്കും കത്ത് നൽകുന്നുണ്ട്. നേരത്തെ SFI ഏരിയ കമ്മിറ്റി അംഗം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കേസെടുത്തത്. DYFI, യൂത്ത് കോൺഗ്രസ്, KSU അടക്കമുള്ളവരും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി. ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോഴും അത് നീക്കം ചെയ്തിരുന്നില്ല. അതിനുശേഷം അത്രമേൽ വലിയ വിവാദമായതിനു ശേഷമാണ് ഈ പോസ്റ്റ് നീക്കം ചെയ്തത് അധ്യാപിക എന്നാണ് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം ഇത് വിവാദമായ ശേഷം അവരിൽ നിന്ന് പ്രതികരണം തേടുമ്പോൾ പോലും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടും സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ അധ്യാപികയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഇല്ല. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഹിന്ദു മഹാസഭ പ്രവർത്തകനായ നാഥുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്ന പേരിലാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഒരു പോസ്റ്റ് ഇട്ടത്. അതിനിടയിലാണ് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് കമന്റ് ഇട്ടത്. സ്വാഭാവികമായും NIT-യിലെ ഒരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഉയർന്നെങ്കിലും ആദ്യഘട്ടത്തിൽ അവർ ആ പോസ്റ്റ് അല്ലെങ്കിൽ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നതിന് തയ്യാറായില്ല. പിന്നീട് വലിയ വിവാദമായി മാറിയതോടെയാണ് അവർ ഈ കമന്റ് ഡിലീറ്റ് ചെയ്തത്. പ്രതികരണം ആരാഞ്ഞ് നമ്മളൊക്കെ വിളിക്കുമ്പോഴും അവർക്ക് പരസ്യമായൊരു പ്രതികരണത്തിനില്ല എന്ന് പറയുന്നു. ഫോണിൽ ചിലരോട് സംസാരിച്ചപ്പോൾ തൻ്റെ ഇതിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ഗോഡ്സെ ഗാന്ധി വധം ഉദ്ദേശിച്ചല്ല താൻ പറഞ്ഞിരിക്കുന്നത്. ഗോഡ്സെയ്ക്കും ഒരുപാട് നല്ല വശങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗോഡ്സെയുടെ ഭാഗത്തും ഒരുപാട് നല്ല വശങ്ങളുണ്ട്. അക്കാര്യമാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അവർ NIT ക്യാമ്പസിൽ തികച്ചും ഒരു സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന അധ്യാപികയാണ് എന്നാണ് KSU-യും SFI പ്രവർത്തകരും പറയുന്നത്. നേരത്തെ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോളേജിൽ ഒരു ഭൂപടം വരച്ചത് വിവാദമായിരുന്നു. അതിൽ കാവ്യ നിറത്തിലുള്ള ഭൂപടമാണ് വരച്ചത് എന്ന് ആരോപിച്ച് ഒരു വിദ്യാർത്ഥി പ്രതിഷേധിച്ചു. ഇത് രാമരാജ്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടി അവിടെ ഒരു ബോർഡ് ബാനർ വെച്ചു, അല്ലെങ്കിൽ ഒരു നോട്ടീസ് വെച്ചു. ഇതേ തുടർന്ന് കുറച്ചധികം വിദ്യാർത്ഥികൾ കൂടി പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ പ്രതിഷേധങ്ങൾ പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുകയും അതിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യാൻ മുൻകൈ എടുത്തത് ഈ അധ്യാപിക ആണ് എന്നും
വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെ ആവുന്നത്. പക്ഷേ ഏറ്റവും കൗതുകരമായ കാര്യം, ഈ അധ്യാപികക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ AVP പ്രവർത്തകർ ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അവർ നാഥുറാം വിനായക് ഗോഡ്സെയുടെ ഗാന്ധിഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ ചിത്രം കത്തിക്കുകയും അധ്യാപികക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് അധ്യാപിക ഉള്ളത്. ഇനി അധ്യാപികയുടെ വിശദീകരണം എന്ത് എന്നതിനെ അനുസരിച്ചായിരിക്കും നടപടികളിലേക്ക് പോവുക.